റിഫ്രാക്ഷൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെയും കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം ഈ വീഡിയോയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എയർ എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഇൻ ടു വാട്ടർ. ഡസ് ദ ലൈറ്റ് റേ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ഓർ എവേ ഫ്രം ദ നോർമൽ? വൈ? ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇതാണ് ബൗണ്ടറി. മുകളിലുള്ള മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. സോ മീഡിയം 1 എന്ന് പറയുന്നത് എയർ ആണ്. മീഡിയം 2 എന്ന് പറയുന്നത് വാട്ടറാണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. ആക്ച്വൽ വാല്യൂ 1.0003 ആണ്. പക്ഷെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1 എന്നെടുക്കും. ഇനി വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 1.33 ആണ്. ഇപ്പോൾ ഒരു ലൈറ്റ് റേ വരികയാണ് എയറിൽ നിന്ന്. ഇതാണ് എൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ. നമുക്കൊരു നോർമൽ വരയ്ക്കാം. അപ്പോൾ ഇതാണ് നോർമൽ, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാട്ടിൽ കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ സ്പീഡൊന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. ഞാൻ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. N = C/V. ഇതിൽ C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, 3 × 10⁸. വാക്വത്തിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് C. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരു മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റിയും ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് എഴുതാം. N ∝ 1/V. N ന്യൂമറേറ്ററിലാണുള്ളത്, V ഡിനോമിനേറ്ററിലാണുള്ളത്. അതുകൊണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് N കൂടുതലാണെങ്കിൽ V കുറവായിരിക്കും, N കുറവാണെങ്കിൽ V കൂടുതലായിരിക്കും. അപ്പോൾ ഒരാൾ ന്യൂമറേറ്ററിലാണ്, ഒരാൾ ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്താൽ മറ്റേ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും. N കൂടുകയാണെങ്കിൽ V കുറയും, ഇനി N കുറയുകയാണെങ്കിൽ V കൂടും. അപ്പോൾ ഹയർ വാല്യൂ ഫോർ N എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. N1 എന്ന് പറയുന്നത് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, കാരണം ലൈറ്റ് റേ എയറിൽ നിന്നാണ് വരുന്നത്. ഇനി വാട്ടറിലേക്കാണ് ഇത് പോകുന്നത്. N2 എന്ന് പറയുന്നത് 1.33. ഇപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്താൽ N2 എന്ന് പറയുന്നത് N1-നെക്കാട്ടിൽ കൂടുതലായിരിക്കും. സോ N2 > N1. പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് സെക്കൻഡ് മീഡിയത്തിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയത്തിലെ വെലോസിറ്റിനെക്കാട്ടിൽ കുറവായിരിക്കും. V2 > V1. അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ ഈ ലൈറ്റ് റേൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, കുറയും. അങ്ങനെ കുറയുകയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കുറയും. അപ്പോൾ ഈ ലൈറ്റ് റേ നോർമലിന് അടുത്തേക്കായിരിക്കും ബെൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ നമുക്കിതൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതാം. ലൈറ്റിൻ്റെ വെലോസിറ്റി കുറയുകയാണെങ്കിൽ അത് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും, ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇനി ലൈറ്റിൻ്റെ വെലോസിറ്റി കൂടുകയാണെങ്കിൽ അത് നോർമലിൻ്റെ അടുത്തുനിന്ന് ദൂരേക്ക് ബെൻഡ് ചെയ്യും, ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഈ കേസിൽ ആൻസർ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ നോർമൽ. കാരണം എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി കുറയും. അതുകൊണ്ട് ലൈറ്റ് റേ നോർമലിന് അടുത്തേക്ക് ബെൻഡ് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു ഗ്ലാസ് ഹാവിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.50. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഗ്ലാസ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് 3 × 10⁸ m/s. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ലൈറ്റ് റേ പോകുന്നത്. റഫായിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്, രണ്ടാമത്തെ മീഡിയം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, അതേപോലെ ഗ്ലാസിൻ്റെത് തന്നിട്ടുണ്ട് നമുക്ക് 1.50. ഗ്ലാസ് ഹാവിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.50, അതാണ് N2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലൈറ്റ് റേ ഒന്ന് വരയ്ക്കാം. ഇതാണ് ഇൻസിഡൻറ്റ് റേ. നോർമൽ വരയ്ക്കാം. ഇതാണ് നോർമൽ. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി കുറയും. അതുകൊണ്ട് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് നോർമലിന് അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ലൈറ്റിൻ്റെ ഡയറക്ഷൻ. പക്ഷെ നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നോക്കാം. N = C/V. ഇതിൽ C എന്ന് പറയുന്നത് വാക്വത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്. V എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി ആയിരിക്കും. ഇതിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് Vനെ മുകളിലേക്ക് കൊണ്ടുപോകാം, Nനെ താഴേക്ക് കൊണ്ടുവരാം. V = C/N. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് നമുക്ക് തന്നിട്ടുണ്ട്, 1.5 ആണ്, 1.50. C നമുക്കറിയാം
ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് 3 times 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. അതിന് യൂണിറ്റ് ഇല്ല. കാരണം n എന്ന് പറയുന്നത് c/v ആണ്. c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് n-ന് യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v ഓഫ് ഗ്ലാസ് ഇസ് ഈക്വൽ ടു c എന്ന് പറയുന്നത് 3 times 10⁸, n എന്ന് പറയുന്നത് 1.50. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 times 10⁸ മീറ്റർ പെർ സെക്കൻഡ്. Next question. Find out from table 9.3 the medium having highest optical density. Also find the medium with lowest optical density. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു മീഡിയത്തിന് എത്ര സ്ട്രോങ് ആയിട്ട് ലൈറ്റിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലൈറ്റിനെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആയിട്ടുള്ള റിലേഷൻ ഞാനെന്ന് എഴുതാം. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഈ ടേബിളിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയ മെറ്റീരിയലിനായിരിക്കും ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഈ ടേബിളിൽ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 2.42 ആണ്. അതാണ് ഹയസ്റ്റ് വാല്യൂ. അപ്പോൾ ഡയമണ്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്. അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡിനെ ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്യുന്നത്, ലൈറ്റിനെ ഏറ്റവും കൂടുതൽ സ്ലോ ഡൗൺ ചെയ്യിക്കുന്നത് ഇതിൽ ഡയമണ്ട് ആയിരിക്കും. കാരണം അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഭയങ്കര കൂടുതലാണ്, 2.42. അപ്പോൾ ഞാൻ ഇവിടോട്ട് എഴുതാം. ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഡയമണ്ടിനാണ്. കാരണം അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 2.42, വെരി ഹൈ. ഇനി നമുക്ക് ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണെന്ന് നോക്കാം. ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആൾക്കായിരിക്കും ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇപ്പോൾ ഈ ടേബിൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് എയറിനാണ്, 1.0003. അപ്പോൾ എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കും ഏറ്റവും കുറവ്. ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് എയറിനായിരിക്കും. n എന്ന് പറയുന്നത് 1.0003. Question 4. You are given kerosene, turpentine and water. In which of these does the light travel fastest? Use the information given in table 9.3. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു n is equal to c/v. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എഴുതുകയാണെങ്കിൽ അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം n മുകളിലും v താഴെയാണ്. c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് n കൂടുമ്പോൾ v കുറയും. അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. n കുറവാണെങ്കിൽ വെലോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ലൈറ്റ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ മീഡിയത്തിലായിരിക്കും, അതായത് എയർ. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഏറ്റവും കുറവ്, 1.003. ഇനി വാക്വം ഉണ്ടെങ്കിൽ വാക്വത്തിലായിരിക്കും ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ്. വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. ലൈറ്റിൻ്റെ വെലോസിറ്റി ഏറ്റവും കുറവ്, സ്ലോവസ്റ്റ് ആയിട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് n ഏറ്റവും കൂടിയ മീഡിയത്തിലായിരിക്കും, അതായത് ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42. അപ്പോൾ n കൂടുമ്പോൾ വെലോസിറ്റി കുറയും, n കുറയുമ്പോൾ വെലോസിറ്റി കൂടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.42. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? 2.42 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കേസിൽ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ വെലോസിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഡയമണ്ടിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റി ഭയങ്കരമായിട്ട് കുറയും. ലൈറ്റ് നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യും. നമുക്ക് ഡയമണ്ടിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതാണ് ഇക്വേഷൻ. n ഈസ് ഈക്വൽ ടു c/v. ഇന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ v ഈസ് ഈക്വൽ ടു c/n. അതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഡയമണ്ടിലെ വെലോസിറ്റി എന്ന് പറയുന്നത് c ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്. c എന്ന് പറയുന്നത് 3 times 10⁸ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്നത് 2.42 ആണ്. സോൾവ് ചെയ്യുകയാണെങ്കിൽ 1.24 times 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഡയമണ്ടിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി. ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എയറിലെ വെലോസിറ്റി 2.99 times 10⁸ ആണ്. ഇതാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് എന്ന് പറയുന്നത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്, 1.24 times 10⁸ മീറ്റർ പെർ സെക്കൻഡ്.